ഇന്ന് നമുക്ക് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറി പുതിയ മുടി വളരാനും ഒക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണർ ഉണ്ടാക്കിയാലോ. രാവിലെയും രാത്രിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റീവ് ഹെയർ കെയർ ടിപ്പാട്ടോ ഇത്. ഈ ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്കും ജോലി തിരക്കുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഗ്രോത്ത് ഹാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് റോസ്മേരി ലീഫാണ്. റോസ്മേരി ലീഫ് നമുക്ക് ഏത് കടകളിൽ നിന്നും ഇപ്പോൾ മേടിക്കാൻ പറ്റും. നല്ല റേറ്റിംഗ് ഒക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള റോസ്മേരി ലീഫ് മേടിക്കാൻ നോക്കാം. പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഉലുവയും അതേപോലെ തന്നെ കറിവേപ്പിലയാണ്. ഉലുവ എല്ലാ വീട്ടിലും എപ്പോഴും കിട്ടുന്ന സാധനമായിരിക്കും ഉലുവ, പിന്നെ കറിവേപ്പിലയും. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സോസ് പാനിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മെഷറിംഗ് കപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് വറ്റി ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തോളം ആവണം. അപ്പോൾ നമുക്ക് ആ ഒരു കണക്കിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ഉലുവ ആഡ് ചെയ്യുമ്പോൾ ഞാനൊരു 1.5 സ്പൂൺ ഉലുവയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും അളവിലേക്ക് നമ്മൾ ഒരുപാട് ഉണ്ടാക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇത് സ്റ്റോർ ചെയ്യണത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരുപാട് നാളത്തേക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി റോസ്മേരി ലീഫ് ഞാനൊരു ഇതേപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം റോസ്മേരി ലീഫും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റോസ്മേരി ലീഫിൽ അഴുക്കുണ്ടെങ്കിൽ നന്നായി കഴുകി ആഡ് ചെയ്യുക. അതേപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. റോസ്മേരി ലീഫിൽ അഴുക്കൊന്നും ഇല്ലാത്ത നല്ല റോസ്മേരി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ മണ്ണ് കല്ല് അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും ഇതിലത്തെ സത്ത് കാര്യങ്ങളൊക്കെ ഈ വാട്ടറിലേക്ക് നന്നായിട്ട് ഇറങ്ങുക. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം വറ്റി 1 ഗ്ലാസ് എന്നുള്ളത് 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് വെള്ളത്തോളം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഈ റോസ്മേരിയുടെ ഇതൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റിയ ടൈപ്പ് അരിപ്പ അരിച്ചെടുക്കുക. കാരണം ഇത് സ്പ്രേ ബോട്ടിലേക്കൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും കരടില്ലാണ്ട് ഒഴിക്കണം. അല്ലെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലിൻ്റെ ഇടയിൽ കുടുങ്ങി നമുക്ക് സ്പ്രേ ബോട്ടിൽ അത്ര വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൻ്റെ പീസ് എടുത്തിട്ട് ഈ ടോണറിൽ മുക്കി നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അങ്ങനെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കയ്യിലേക്ക് എടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് സ്കാൽപ്പിക്ക് നന്നായിട്ട് ആക്കി കൊടുത്താലും മതി. ഈ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. അതുകൊണ്ടാണ് ഇതന്നെ കൂടുതലും ചെയ്യണത്. ഇതാകുമ്പോൾ നമുക്ക് നേരെ സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും. ഇതേപോലെയുള്ള സ്പ്രേ ബോട്ടിൽസ് ചെറുതോ വലുതോ എങ്ങനത്തെ ആയാലും മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് തീർക്കാനും പറ്റും. അതേപോലെ തന്നെ ഞാൻ ഈ സ്പ്രേ ബോട്ടിലാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തായിരുന്ന ബോട്ടിൽ തന്നെ ഞാൻ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഈ ബോട്ടിലേക്ക് ഞാനിത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1 വീക്കിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. ഞാൻ സ്റ്റോർ ചെയ്യണത് ഫ്രിഡ്ജിലായിരിക്കും. തേക്കണേലും കുറച്ച് മുന്നേ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊന്ന് മാറ്റിയെടുത്തിട്ട് പുരട്ടുക. അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാകുമ്പോൾ ഇനി എല്ലാം നീരിറക്കത്തിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിലും എൻസിലൊക്കെ തേച്ച് മസാജ് ചെയ്ത് മുടി ഉണക്കിയതിന് ശേഷം കെട്ടി വെച്ച് കിടന്ന് ഉറങ്ങുക. ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടായാലും ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.